ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2021 ആഗസ്റ്റ് മാസം നമ്മളെ കൈവിട്ട് പോകാനായിട്ട് ഇനി ഏകദേശം 2-3 ദിവസമൊക്കെ അല്ലേ ഉള്ളൂ. ഇനി നമുക്ക് സെപ്റ്റംബർ മാസത്തിലെ കൃഷിയൊക്കെ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ശീതകാല പച്ചക്കറികളൊക്കെ നടാനുള്ള ടൈമാണ് ഇപ്പോഴും. അപ്പം നമുക്കിനി മഴയായാലും കോവിഡ് ആയാലും കൊടുങ്കാറ്റ് വന്നാലും പ്രളയം വന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തേ മതിയാകത്തുള്ളൂ അല്ലേ. അപ്പോൾ ആരെങ്കിലുമൊക്കെ കൃഷി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പൈസ കൊടുത്ത് പോലും നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സമയം പോലെ നമ്മൾ കൃഷി ചെയ്താൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാനും അത് വെച്ച് കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വിളവെടുപ്പൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അപ്പം അനേകം പേര് അതേപോലെ വിളവൊക്കെ എടുത്തിട്ട് ഓണത്തിനൊക്കെ നല്ല നല്ല കറികളൊക്കെ ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി നമ്മൾ സെപ്റ്റംബർ മാസത്തിലെ കൃഷികളൊക്കെ ചെയ്യാൻ, അതായത് ശീതകാല പച്ചക്കറികളൊക്കെ നടാനുള്ളതായ സമയമാണ് ഇപ്പോൾ. ഈ സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃഷി തുടങ്ങാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ശീതകാല പച്ചക്കറികളൊക്കെ നമുക്ക് നടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ വിത്തുകളൊക്കെ പാകി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് സെപ്റ്റംബർ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന് 4 പരുവമൊക്കെ വന്നിട്ട് നമുക്ക് നടാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യം തന്നെ ഈ സെപ്റ്റംബർ മാസത്തിൽ ചെയ്യാൻ പറ്റിയ കൃഷി എന്ന് പറയുന്നത് തക്കാളി കൃഷി സെപ്റ്റംബർ മാസത്തിൽ അങ്ങോട്ട് നട്ടാലുണ്ടല്ലോ നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് വിളവ് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ കുറേ കാണിച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ നട്ട് തക്കാളി അതിൻ്റെ വിളവെടുക്കുന്നതും നമ്മളത് വെച്ചിട്ട് സോസ് ഉണ്ടാക്കുന്നതും ഒക്കെ ഉള്ളതായ വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്നിട്ട് ആ തക്കാളി കൃഷിയൊക്കെ ഒന്ന് ചെയ്യണം. നമ്മുടെ ടെറസിൽ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് തന്നെ തക്കാളികളൊക്കെ ഇങ്ങനെ പഴുത്ത് കിടക്കുന്നത് കാണാൻ തന്നെ, പിടിച്ച് കിടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക സന്തോഷവും സൗന്ദര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും തക്കാളി കൃഷി ചെയ്യാത്തവർ എല്ലാവരും തക്കാളി കൃഷി ചെയ്യാനായിട്ട് മുന്നോട്ട് വരിക. ഇതിപ്പോൾ ഞാൻ നട്ടിരിക്കുന്നതായ തക്കാളിയാണ്. ഞാനിപ്പോൾ നേരത്തെ നമ്മുടെ കറിക്ക് എടുത്ത തക്കാളിയിൽ നിന്ന് ഞാൻ അതിൻ്റെ അരി എടുത്തിട്ട് പാകി കിളിപ്പിച്ചായിരുന്നു കേട്ടോ. അതിപ്പോൾ നല്ല ഇത്രയും ആയിട്ടുണ്ട്. അതിനകത്ത് നല്ല പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കായൊക്കെ പിടിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ നല്ലതുപോലെ പിടിപ്പിച്ചിട്ടുള്ള ഒന്നാണ് തക്കാളി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല പൂവൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സീസൺ അനുസരിച്ച് നടാമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അല്ലാത്ത സമയത്തൊക്കെ നട്ടാൽ കീടശല്യവും കൂടും, നമുക്ക് വിളവും കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സെപ്റ്റംബർ മാസത്തിൽ ഈ തക്കാളിയൊക്കെ നട്ടുപിടിപ്പിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് നമ്മൾ വിത്ത് വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 പ്രാവശ്യമായിട്ട് നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരുമിച്ച് നമ്മൾ നട്ടിട്ട് അത് ഒരുമിച്ച് വിളവെടുക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പോൾ കുറേശ്ശെ നമുക്ക് വിളവെടുക്കാനും കുറേ കാലം നമ്മുടെ വീട്ടിൽ തക്കാളി നിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നട്ട തക്കാളികളൊക്കെ നമ്മുടെ ടെറസിൽ നട്ട തക്കാളികളൊക്കെ ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം നട്ട് അത് പിന്നെ നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ നല്ല രസമായിട്ടാണ് നിൽക്കുന്നത്. നമുക്കത് കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് നമ്മുടെ ടെറസിലൊക്കെ ഇങ്ങനെ തക്കാളിയൊക്കെ പിടിച്ചു നിൽക്കുന്നത് കാണാനായിട്ട്. 25 ഗ്രോ ബാഗ് നമുക്ക് കൃഷിഭവനിൽ നിന്ന് മണ്ണ് നിറച്ച് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. മണ്ണും വളവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. തൈകളൊക്കെ സെപ്പറേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് തക്കാളി ഉണ്ടായിരുന്നു, വഴുതന, കോളിഫ്ലവർ, ക്യാബേജ്, ഇത്രയും ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ തൈകളൊക്കെയാണ് ഞാൻ ഈ നട്ടു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഘട്ടമായിട്ടുണ്ട്. അപ്പം വേറെ ഒരു ടൈപ്പ് ദാണ്ട് ഇവിടെ ഉണ്ട്. അപ്പം ഇത് ഞാൻ പാകി കിളിപ്പിച്ച് വെച്ചിരിക്കുന്ന തൈകളാണ്. അപ്പം അതാണ്ട് ഈ പരുവായിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ഇപ്പം പറിച്ച് നടാൻ പറ്റിയ സമയമാണ് കേട്ടോ. അപ്പം നല്ലതുപോലെയൊക്കെ ഉണ്ട്, കുറച്ച് ഇലയൊക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇനി അതിനെ പറിച്ച് മാറ്റി നടണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, 3 ഘട്ടമായിട്ടൊക്കെ നമ്മൾ കിട്ടുന്ന അരി 3 പ്രാവശ്യമായിട്ട് നമ്മൾ നട്ടാൽ ഇതേ വലിപ്പത്തിൽ, ഒന്ന് പൂ വന്ന പരുവായിട്ടുണ്ട്, ഒന്ന് അതിൻ്റേതായ ചെറിയ പരുവായിട്ടുണ്ട്, ഒന്ന് നമ്മളിങ്ങനെ പാകി കിളിപ്പിച്ചേക്കുന്നതായ പരുവം. ഇങ്ങനെ നമുക്ക് നട്ടാൽ നമുക്ക് എപ്പോഴും നമുക്ക് തക്കാളിയൊക്കെ പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്തൊക്കെ കുറച്ച് കോളിഫ്ലവറൊക്കെയാണ് നട്ടിരിക്കുന്നത്. അതൊക്കെ കോളിഫ്ലവറാണ്. ഞാനൊക്കെ നട്ടതേ ഉള്ളൂ, കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. ഞാനകത്തൊക്കെ വളമൊക്കെ ഇട്ട് കൊടുക്കണം. കുഞ്ഞിതായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഈ മണ്ണൊക്കെ എന്ത് മണ്ണാണെന്നും അറിയത്തില്ല. വളക്കൂറുള്ളയാണോ ചുമന്ന മണ്ണാണ്. ഞങ്ങളുടെ ഇവിടെ ആണെങ്കിൽ നല്ല കറുകറാന്നിരിക്കുന്ന മണ്ണായിരുന്നു. അടുത്തതെന്ന് വെച്ചാൽ കോളിഫ്ലവറും ക്യാബേജും നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ വിളവ് വരുന്നതായ 2 പച്ചക്കറികളാണ്. ഇപ്പോൾ നോർത്തിലോ അല്ലെങ്കിൽ വിദേശങ്ങളിലോ മാത്രമല്ല, നമ്മുടെ ടെറസിൽ നമ്മുടെ മുറ്റത്ത് നമ്മുടെ കൈകൊണ്ട് നട്ടാലും നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ നല്ല രീതിയിൽ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടിയ വീഡിയോ ഒക്കെ ഇതാ വരുന്നൊന്ന് കണ്ടു നോക്കുക. അപ്പം കണ്ടോ, നമ്മുടെ ക്യാബേജ് നല്ല രീതിയിൽ വളർന്ന് ഇങ്ങനെ പന്തലിച്ച് നിൽക്കുകയാണ് കണ്ടോ. അപ്പോൾ നമ്മളത് നട്ടിരിക്കുന്നത് പച്ച ഗ്രോ ബാഗിനകത്താണ്. വെള്ള ഗ്രോ ബാഗിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നതായ 7 സ്റ്റാറിൻ്റെ സഞ്ചിക്കകത്ത് ഒക്കെ നമ്മൾ നട്ടിട്ടുണ്ട് കണ്ടോ.
നമ്മൾ തന്നെ ചെയ്തതാണ്. 7 സ്റ്റാറിൻ്റെ സഞ്ചി എടുത്തിട്ട് അത് ചെയ്തതാണ്. ഇത് പച്ച ഗ്രോ ബാഗിനകത്ത് ചെയ്തതാണ്. അതുപോലെ തന്നെ വെള്ള ഗ്രോ ബാഗിനകത്ത് നമുക്ക് ഏതിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതൊക്കെ നട്ടുപിടിപ്പിക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ അരിസഞ്ചി ആണെന്നുണ്ടെങ്കിലും സിമെൻറ്റ് ചാക്കിൻ്റെ കവറാണെന്നുണ്ടെങ്കിലും ഏതിനകത്തും നമുക്കിത് നട്ടുപിടിപ്പിക്കാം. അത് തന്നെയല്ല നമുക്ക് മണ്ണിലും തറയിലും നമുക്കത് നല്ല രീതിയിൽ നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വിത്തുകൾ വാങ്ങിച്ചോ അല്ലെങ്കിൽ തൈകൾ വാങ്ങിച്ചോ നിങ്ങൾക്ക് ഈ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ കൃഷി ചെയ്യാവുന്നതാണ്. അപ്പം വിത്തുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ 1 വീക്കിനുള്ളിൽ എത്തുന്നതായിരിക്കും. ഇപ്പോൾ ശീതകാല പച്ചക്കറികളുടെയൊക്കെ വിത്തുകൾ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇത് സെറ്റ് വന്നു, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത സെറ്റ് 1 വീക്കിനുള്ളിൽ എത്തും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ വാങ്ങിച്ച് നടാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വിത്തുകൾ വാങ്ങിച്ച് നടാമെന്നുള്ളവർക്ക് വിത്തുകൾ നടാം. അതല്ല തൈകൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ തൈകൾ നട്ടാലും നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്യാരറ്റ് ശീതകാല പച്ചക്കറികളിൽ പെടുന്ന ഒന്ന് തന്നെയാണ്. അതും നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ വിളവെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വിളവൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിലും അധികം വിളവൊന്നും കിട്ടിയില്ല. അത് നല്ല രീതിയിൽ ഒന്നും കൂടെ നമ്മൾ ശ്രദ്ധിച്ച് നടാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അത് നടുമ്പോൾ അധികം കല്ലൊന്നും ഇല്ലാത്ത മണ്ണിനകത്ത് നമ്മൾ നടാനായിട്ട് ശ്രമിക്കുക. കമ്പോസ്റ്റും അതുപോലെ തന്നെ ചാണകവും ചകിരി ചോറും എല്ലാം കൂടെ ഒക്കെ മിക്സ് ചെയ്ത മണ്ണിനകത്ത് നമ്മൾ നട്ടാൽ നമുക്ക് നല്ല രീതിയിൽ അതിൽ നിന്ന് വിളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പം കല്ല് കൂടിയ മണ്ണ് എന്ന് വെച്ചാൽ കല്ല് ഒരുപാടുള്ള മണ്ണിനകത്ത് നമ്മൾ നട്ടാൽ അതിൻ്റെ വേരുകൾ താഴോട്ട് പോവുകയില്ല. അങ്ങനെ ഒരുപാട് വേരുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞായിട്ടായിരിക്കും ക്യാരറ്റ് വളരുന്നത്. അങ്ങനെയാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. ഇങ്ങനെ കുരുടി നിൽക്കുന്നതായിട്ട് എന്ന് വെച്ചാൽ അധികം വലിപ്പം വയ്ക്കാതെ താഴോട്ട് പോകാൻ പറ്റാതെ ഉള്ളതായ ക്യാരറ്റായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പം നമുക്ക് ആ മണ്ണിന് നല്ല ലൂസായിട്ടിരുന്നാൽ അപ്പോൾ നല്ല രീതിയിൽ ക്യാരറ്റ് നല്ല നീളത്തിൽ താഴോട്ട് പോവുകയും നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ക്യാരറ്റിൻ്റെ വിളവെടുപ്പ് ഞാനും മെറിനും കൂടെ ഒക്കെ എടുത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ ചിരിച്ചു മറിഞ്ഞു പോയി. നിങ്ങളും അത് കണ്ടിട്ട് കുറേ പേര് ചിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളുടെ വിളവെടുപ്പൊക്കെ കണ്ടിട്ട്. എന്നാലും നമുക്ക് അത്രയൊക്കെ കിട്ടിയല്ലോ, അതിനൊരു വലിയ കാര്യമാണ്. നമ്മുടെ നാട്ടിലും ഇതൊക്കെ പിടിക്കുമെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ബീട്രൂട്ടും അല്ലേ. ബീട്രൂട്ടും നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 3-4 ബീട്രൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം നട്ടില്ല. നമ്മുടെ നാട്ടിൽ പിടിക്കുമോ ഇല്ലയോ എന്ന് അറിയണോ എന്ന് കരുതിയിട്ട് മാത്രം നട്ടതേ ഉള്ളൂ. അതിൽ നിന്ന് വിളവെടുക്കാനായിട്ടും സാധിച്ചു. അതുപോലെ തന്നെ ബ്രൊക്കോളി എന്ന് പറയുന്നതായ പച്ചക്കറി, അതും നമ്മുടെ കോളിഫ്ലവർ ഇനത്തിൽപ്പെട്ടതാണ്. അതും നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ വളരുന്നതാണ്. ഇതിൻ്റെ എല്ലാം വിത്തുകൾ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന 1 വീക്കിനുള്ളിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എല്ലാ വിത്തുകളും ഈ ശീതകാല പച്ചക്കറിയുടെ എല്ലാ വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ നടാവുന്ന ഒന്ന് തന്നെയാണ് പയർ എന്ന് പറയുന്നത്. പയർ നമുക്ക് എല്ലാ സമയത്തും നടാം. ഇപ്പം നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, കാലാവസ്ഥയൊക്കെ ഈ മഴ നമുക്ക് കാലം തെറ്റിച്ചാണ് ഓരോന്ന് വരുന്നത്. മഴ നമുക്ക് അത്യാവശ്യം തന്നെയാണ്. എങ്കിൽ തന്നെയും ഇപ്പോൾ ഓണമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മഴയൊക്കെ മാറുന്ന സമയമായിരുന്നു. ഇപ്പം നല്ലതുപോലെ കൃഷിയൊക്കെ ചെയ്യുന്ന സമയമായിരുന്നു. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, നല്ല മഴയൊക്കെ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മൾ ഈ മഴയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മളിതെല്ലാം നട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് പാകി വെച്ചിട്ട് നിങ്ങൾ ഷെയ്ഡിൻ്റെ കീഴിലോട്ടൊക്കെ 2 ദിവസം വയ്ക്കുക. വെയിൽ വരുമ്പം ഒന്ന് എടുത്ത് പുറത്തോട്ടൊക്കെ ഒന്ന് വെക്കുക. മഴ വരുമ്പോൾ നമ്മൾ അകത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. എത്രയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലും നമുക്ക് നല്ല രീതിയിൽ വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പയർ നട്ടുപിടിപ്പിക്കുക. പയറൊക്കെ നമുക്ക് എല്ലാ കാലത്തും നട്ടുപിടിപ്പിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അത്യാവശ്യം നമുക്ക് വേണ്ടതായ പയറൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പടവലം നട്ടുപിടിപ്പിക്കാനും ഒക്കെ പറ്റിയ സമയമാണ് ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പുഴുവിൻ്റെയൊക്കെ ശല്യമൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ നമ്മൾ ബിവേറിയ എന്ന ജൈവ കീടനാശിനിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ടൊക്കെ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ സെപ്റ്റംബർ മാസത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ബീൻസ് ഉണ്ട്, കുറ്റി ബീൻസ്, കുറ്റിയമര, പന്തലമര, ഇങ്ങനെയുള്ളതായ ചതുരപ്പയർ, അതൊക്കെ നല്ല രീതിയിൽ ഈ തണുപ്പ് സമയത്താണ് ഇതൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്നതും നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്നതും. അതൊക്കെ നിങ്ങൾ കൃഷി ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റിയ സമയമാണ് ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വിത്തുകൾ നമ്മുടെ വെബ്സൈറ്റിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കുക, നടാനായിട്ടൊക്കെ ശ്രമിക്കുക. കുറച്ചെങ്കിലും, നിങ്ങൾ അധികം ഒന്നും നടണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത് ഒരുപാട് നട്ട് നമ്മുടെ ആരോഗ്യം കളയുന്നതിനേക്കാൾ നല്ലത് എന്നുവെച്ചാൽ ഒരുപാട് നട്ട് നമ്മുടെ ആരോഗ്യം കളയുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം 10 വിത്തുണ്ടെന്നെങ്കിൽ ഒരു 3-4 എടുത്ത് നിങ്ങൾ നടുക. ബാക്കി ഇച്ചിരി കഴിഞ്ഞിട്ട് നടാനായിട്ട് ശ്രമിക്കുക. ഒരുമിച്ച് എല്ലാം കൂടെ നട്ടിട്ട് അതിന് വളപ്രയോഗമൊക്കെ നടത്തിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ നടു ഒരു പരുവാകും. അതുകൊണ്ട് കുറേശ്ശെ നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് നമ്മൾ നട്ട് അപ്പോൾ അതിനകത്തൊന്നും വളമിടാതെ അത് ഇങ്ങനെ മുരടി ഒക്കെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ളതിനെ ആരോഗ്യത്തോടെ വളർത്താനായിട്ട് ശ്രമിക്കുക. അതല്ലേ നല്ലത്. പിന്നെ അതുപോലെ തന്നെ മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ളതായ ചീര നടാനായിട്ട് പറ്റിയ സമയമാണ്. ചെമ്പട്ട് ചീര വേണോ, സുന്ദരി ചീര വേണോ, അതുപോലെ തന്നെ റെഡ് ചീര,
പാലക് ചീര ഇതൊക്കെ നടാൻ പറ്റിയ സമയമാണ് ഈ സെപ്റ്റംബർ അങ്ങോട്ടുള്ള സമയങ്ങളിൽ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ മഴ ടൈമിലൊക്കെ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയത്തൊക്കെ ഈ മഴ ആയതുകൊണ്ട് നമുക്ക് ചീരയിൽ നിന്ന് അധികം വിളവെടുക്കാനായിട്ട് വിളവൊക്കെ എടുക്കാം. എന്നാലും അതിനകത്ത് പിന്നെ എന്താണ് ഒരു പുള്ളിപ്പൊട്ട് മാതിരിയൊക്കെയും കീടശല്യമൊക്കെ ഉണ്ടാകുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മഴയൊക്കെ ഏകദേശം ഒന്ന് മാറി ഒരു വെയിലൊക്കെ കിട്ടി നല്ല രീതിയിൽ നമുക്ക് ഈ ചീരകളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പിന്നെ ചീരയുടെയൊക്കെ സീഡ്സ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ വെബ്സൈറ്റിൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്കത് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ നടാൻ പറ്റിയ ഒന്ന് തന്നെയാണ് വെള്ളരി, മത്തൻ. ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ മഴയൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാനും അതുപോലെ തന്നെ വിളവെടുക്കാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് മുളകെന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും മുളക് നട്ടുപിടിപ്പിക്കണം. വിഷമില്ലാത്ത പച്ചമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീട്ടിൽ കിളിച്ച ഒരു പുതിയ അതിഥിയാണ് മുന്തിരി മുളകെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കസിൻ സിസ്റ്റർ തന്നെയായിരുന്നു ഇതിൻ്റെ വിത്ത്. അത് ഞാനിവിടെ പാകി കിളിപ്പിച്ചെടുത്തതാണിത്. അപ്പോൾ എല്ലാവരും ഒരു പച്ചമുളകൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പലതരത്തിലുള്ളതായ കാന്താരികൾ, പച്ചമുളക് ഇതെല്ലാം നമുക്ക് ഈ സമയത്ത് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. തന്നെയല്ല നല്ലതുപോലെ ഉള്ളതിനകത്ത് നമുക്ക് നല്ലതുപോലെ വിളവ് ലഭിക്കുകയും ചെയ്യുന്നതായ ഒരു സമയമാണ് സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നല്ല രീതിയിൽ നമ്മൾ വളമൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. നമ്മുടെ കയ്യിലുള്ളതായ ചാണകവും ചാരവും എല്ലാം നല്ലതാണ്. കഞ്ഞിവെള്ളമൊക്കെ ചാരം ഒക്കെ ഇട്ട് കലക്കിയിട്ട് നമ്മുടെ മുളകിൻ്റെയൊക്കെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് പച്ചമുളകൊക്കെ പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചോളവും ഇപ്പം നടാൻ പറ്റിയ സമയമാണ്. ഈ ഒരു തണുപ്പ് സമയത്താണ് ഈ ചോളമൊക്കെ നടാൻ പറ്റിയ സമയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ സമയമൊന്നും നോക്കാതെ നട്ടിട്ടും കൂടി നമുക്ക് നല്ല വിളവൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതാണ്ട് നിൽക്കുന്നുണ്ടല്ലേ, ചോളമൊക്കെ നല്ല പരുവായിട്ടുണ്ട്, പറിക്കാൻ സമയമായൊക്കെ നിൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ വിത്തുകളുണ്ട് കേട്ടോ നമ്മുടെ വെബ്സൈറ്റിൽ. അതുപോലെ തന്നെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് വെണ്ടയ്ക്ക എന്ന് പറയുന്നത്. ഏത് കാലാവസ്ഥയിലും നമുക്ക് വെണ്ടയ്ക്കയോ പയറൊക്കെ നട്ടുപിടിപ്പിക്കാം. വെണ്ടയ്ക്കൊക്കെ നമുക്ക് സീസൺ അനുസരിച്ച് നടാമെന്നുണ്ടെങ്കിൽ നല്ല വിളവ് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഈ സമയത്തൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം കേട്ടോ. നല്ല തഴച്ച് വളർന്ന് നിൽക്കുന്നുണ്ടല്ലേ, നല്ല ആരോഗ്യത്തോടു കൂടിയാണ് വളർന്നു വരുന്നത്. ഇതിന് ചാണകവും സൂപ്പർ മീലും ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ വീട്ടിലെ കമ്പോസ്റ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിലാണ്. എൻ്റെ ഇലയ്ക്കൊന്നും യാതൊരു കുഴപ്പമില്ല, കണ്ടില്ലേ നിൽക്കുന്നത്, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പം നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറിയാണ് പയർ, വെണ്ട, വഴുതന, പച്ചമുളക്, ഇങ്ങനെയൊക്കെ ഉള്ളതായ സംഭവങ്ങൾ നമ്മൾ നിത്യം നമ്മുടെ ഓരോ കറികൾക്ക് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴുതനയൊക്കെ നമുക്കിപ്പം നട്ടുപിടിപ്പിച്ചാൽ ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നമുക്ക് വഴുതനയ്ക്കകത്തു നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം അതുമൊക്കെ ഒന്ന് വിത്തൊക്കെ പാകി നിങ്ങൾ കിളിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വെണ്ടയ്ക്ക നല്ല ആരോഗ്യത്തോടു കൂടിയാണ് ഇവിടെ വളർന്നു വരുന്നത്, കണ്ടില്ലേ നിൽക്കുന്നത്. ഞാൻ അധികമൊന്നും നടത്തില്ല, എനിക്ക് അധികം നട്ടിട്ട് കിടന്ന് ഒരുപാടൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നമുക്ക് വേണ്ടതായ അത്യാവശ്യം വേണ്ടതായ ഒരു 10 മൂട് അല്ലെങ്കിൽ 10 12 മൂട് നമ്മൾ നടാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എപ്പോഴും അതിനകത്ത് നിന്ന് വെണ്ടയ്ക്കൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ പറമ്പിൽ ഞാൻ കുറച്ച് നട്ടിട്ടുണ്ട്, അത് കുഞ്ഞു പരുവായതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് വളമൊക്കെ ഇട്ടിട്ട് അതിനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടൊക്കെ വരണം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളതായ കമ്പോസ്റ്റോ കോഴിവളമോ നമുക്ക് എന്താണോ കിട്ടുന്നത് അതനുസരിച്ച് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ നമ്മുടെ കൃഷിയൊന്നും ചെയ്യാതിരിക്കുക, അതാണ് വേണ്ടത്. നമ്മുടെ വീട്ടിലുള്ളതായ വേസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഈ കരിയിലേക്ക് കൊണ്ട് നമ്മളൊരു ചാക്കിനകത്തൊക്കെ വാരി കെട്ടി വെച്ചിരുന്നാൽ അത് നമുക്ക് നല്ല കമ്പോസ്റ്റായിട്ട് നമുക്ക് മാറിക്കിട്ടും. അതൊക്കെ നമ്മുടെ ചെടികൾക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാനും അതുപോലെ തന്നെ വിളവെടുക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. ആരോഗ്യമൊക്കെ ഉള്ളവർക്ക് എത്ര വേണമെങ്കിലും നടാൻ കേട്ടോ, അതിനൊരു കുഴപ്പമില്ല. ഞാനിപ്പോൾ 5-6 മൂടെന്ന് പറഞ്ഞാലും നമുക്ക് ആരോഗ്യവും അതുപോലെ തന്നെ സ്ഥല സൗകര്യം ഉള്ളവർക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വിപണിയിലൊക്കെ കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും കടകളിലൊക്കെ കൊടുത്ത് കാശ് മേടിക്കാനോ അല്ലൊരു വരുമാനമാക്കി മാറ്റാനായിട്ടൊക്കെ സാധിക്കും. അത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ, സമയം ഒന്ന് തക്കത്തിൽ ഉപയോഗിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും. ഇപ്പോൾ സമയത്തെക്കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ആയിരുന്നു ആ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ കാണാത്തവരൊക്കെ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് സമയമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൃഷിയിലോട്ടും കൂടെ കുറച്ച് സമയം കണ്ടെത്തിയാൽ നല്ല രീതിയിൽ വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഒത്തൊരുമയോടെ, അപ്പോൾ അവിടെ നല്ല ഒരു എന്താണ് നടക്കുന്നത്, ഒരു ഒത്തൊരുമയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒത്തൊരുമയോടുകൂടി എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ് അല്ലേ, പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് അങ്ങനെ കൃഷി ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും മുന്നോട്ട് പോവുക, ആരും കൃഷി നിർത്തിവെക്കാതെ ഇരിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സെപ്റ്റംബർ മാസത്തിലെ കൃഷി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.
സെപ്റ്റംബർ മാസത്തിലെ കൃഷി ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാട്ടോ, കൃഷി ചെയ്യുക, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്തിട്ട് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത് കേട്ടോ. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.